പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെഡിസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ടെലിഗ്രാം ചാനലിൽ ഓരോരുത്തർ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം കുട്ടികൾക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റാണ് ഞാൻ കാണുന്നത്. അതായത് നമ്മളുടെ ആ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും അതിൻ്റെ ഇൻട്രസ്റ്റും. അതുകൊണ്ട് തന്നെയാണ് ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ആഴ്ചയിലും PDF അത് അപ്ലോഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിൽ. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഇട്ടിട്ടുണ്ട്. ജോയിൻ ചെയ്യാം. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 5 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദി EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം ഈസ് ഇൻഡീഡ് ബീങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കേരള. EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം കേരളത്തിൽ ഏത് സ്ഥലത്താണ് വരുന്നത്? കേരള നിയമസഭ. കേരള നിയമസഭയിലാണ് ഒരു മ്യൂസിയം വരാൻ പോകുന്നത്. EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം ആണ് ഇത് വരാൻ പോകുന്നത്. കേരളത്തിലെ നിയമസഭ ക്യാമ്പസിലാണ് ഇത് വരുന്നത്. ഏത് മ്യൂസിയത്തിനടുത്താണ് EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം നിർമ്മിക്കുന്നത്? നിയമസഭ ക്യാമ്പസിലെ G കാർത്തികേയൻ മ്യൂസിയം. നിയമസഭാ കോംപ്ലക്സിലെ ഫസ്റ്റ് ഫ്ലോറിൽ ആണിപ്പോൾ G കാർത്തികേയൻ മ്യൂസിയം ഉള്ളത്. ഇവിടെയാണ് അടുത്തൊരു മ്യൂസിയം വരാൻ പോകുന്നത്. EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം ആണ് വരാൻ പോകുന്നത്. EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം ഇതെവിടെയാണെന്ന് വയ്ക്കുമ്പോൾ അത് കേരള ലെജിസ്ലേച്ചർ അസംബ്ലിയുടെ ആ ഒരു കോംപ്ലക്സിലാണ്. G കാർത്തികേയൻ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം വരാൻ പോകുന്നത്. അടുത്തൊരു കറണ്ട് അഫേഴ്സ് ആണ് ഇന്ത്യസ് ഫസ്റ്റ് AI പവേർഡ് അംഗൻവാടി. ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് അംഗൻവാടി. ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകമായി മാറിയിരിക്കുകയാണ്. എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് AI. അംഗൻവാടിയിലും ഇപ്പോൾ AI എന്ന കൺസെപ്റ്റ് എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അംഗൻവാടി എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജില്ല. മഹാരാഷ്ട്രയിൽ നാഗ്പൂർ ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ തന്നെ ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് അംഗൻവാടി അത് സ്ഥാപിതമായിട്ടുള്ളത്. അംഗൻവാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1975 അംഗൻവാടി സ്ഥാപിതമായിട്ടുള്ളത്. കേരളത്തിലും അംഗൻവാടി സ്ഥാപിതമായിട്ടുള്ളത് 1975 ഒക്ടോബർ 2 അതായത് മഹാത്മാഗാന്ധിജിയുടെ 106ാമത്തെ ബർത്ത് ആനിവേഴ്സറി ഒക്ടോബർ 2, 1975. ആ ഒരു വർഷമാണ് അംഗൻവാടി കേരളത്തിൽ സ്ഥാപിതമായിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ വെങ്കാര എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ അംഗൻവാടി സ്ഥാപിതമായിട്ടുള്ളത്. ഏത് സംഘടനയുടെ കീഴിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അംഗൻവാടി ആരംഭിച്ചത്? നാഗ്പൂർ ജില്ലാ പരിഷത്തിന്റെ മിഷൻ ബാൽ ബരാരി സംരംഭം. നാഗ്പൂർ ജില്ലാ പരിഷത്ത് മിഷൻ ബാൽ ബരാരി ഇനിഷ്യേറ്റീവ് ആ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂറിലെ ഈ ഒരു AI പവേർഡ് ആയിട്ടുള്ള ആദ്യത്തെ അംഗൻവാടി സ്ഥാപിതമായിട്ടുള്ളത്. ഇപ്പം നാഗ്പൂർ ഡിസ്ട്രിക്ട് ഇത് മഹാരാഷ്ട്രയിലാണ്. നാഗ്പൂർ ഇപ്പോഴും അറിയപ്പെടുന്നത് ഓറഞ്ച് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നഗരമാണ് നാഗ്പൂർ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫസ്റ്റ് എവർ ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ. ആദ്യമായി ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവം. ബിംസ്റ്റെക്കിനെ കുറിച്ച് പത്രങ്ങളിൽ വരാവുന്ന ഒരു ചോദ്യമാണ് ബിംസ്റ്റെക് എന്താണെന്ന്. ബിംസ്റ്റെക് എന്നാൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന ബിംസ്റ്റെക് ഇത് ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് ബിംസ്റ്റെക്. ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇതിൻ്റെ ഫുൾ ഫോം ആണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 4 ആദ്യത്തെ ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവം എവിടെയാണ് നടന്നത്? ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ കോൺഫറൻസ് നടക്കുന്ന ഒരു മണ്ഡപം അല്ലെങ്കിൽ കോൺഫറൻസ് കൺവെൻഷൻ ഹാൾ ആണ് ഭാരത് മണ്ഡപം. ഇവിടെയാണ് ഓഗസ്റ്റ് 4 അതായത് ഇന്നലെ നടന്നിട്ടുള്ള ആദ്യത്തെ ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആദ്യത്തെ ബിംസ്റ്റെക് പരമ്പരാഗത സംഗീതോത്സവം ആരാണ് സംഘടിപ്പിച്ചത്? ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്, ICCR എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ആണ് ഈ ഒരു സംഗീതോത്സവം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്.
ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 7. 7 രാജ്യങ്ങൾ അടങ്ങുന്ന ഒന്നാണ് ബിംസ്റ്റെക്. അതായത് ബേ ഓഫ് ബംഗാളിന് ചുറ്റുമുള്ള രാജ്യങ്ങളാണ് ബിംസ്റ്റെക് എന്ന ഈ സംഘടനയിൽ ഉള്ളത്. ഈ രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. 7 കൺട്രീസ് അടങ്ങുന്ന ഒന്നാണ് ബിംസ്റ്റെക്. ഏത് വർഷത്തിലാണ് ബിംസ്റ്റെക് രൂപീകരിച്ചത്? 1977 ജൂൺ 6. ബംഗ്ലാദേശ് ആസ്ഥാനമായിട്ടുള്ള ബിംസ്റ്റെക് ഇത് രൂപീകരിച്ചിട്ടുള്ളത് 1997 ജൂൺ 6 ഇന്നിപ്പോൾ ഏതാണ്ട് 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ബിംസ്റ്റെക് എന്ന ഈ ഒരു സംഘടന രൂപീകരിച്ചിട്ട്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് നീതി ആയോഗ് അൺവീൽസ് $200 ബില്യൺ ഇലക്ട്രിക് വെഹിക്കിൾ ഓപ്പർച്യൂണിറ്റി റിപ്പോർട്ട്. $200 ബില്യൺ ഇലക്ട്രിക് വാഹന അവസര റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി. നീതി ആയോഗിന്റെ ആദ്യത്തെ ഒരു റിപ്പോർട്ട് ആണ് കണക്റ്റഡ് ടു ഇലക്ട്രിക് വെഹിക്കിൾസ് ആയി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ആണ് നീതി ആയോഗ് പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് 200 ബില്യൺസ് ഇലക്ട്രിക് വെഹിക്കിൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളത്. അത്രയും അവസരങ്ങളുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യയുടെ. അതായത് $200 ബില്യൺ ഒരു മാർക്കറ്റാണ് നീതി ആയോഗ് പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. $200 ബില്യൺ അവസരം തുറക്കുന്നു ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന തലക്കെട്ടിൽ 2025 ഓഗസ്റ്റ് 4 ആരാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്? നീതി ആയോഗ്. നീതി ആയോഗ് എന്ന സംഘടനയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഓർഗനൈസേഷൻ ആണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് ഓഗസ്റ്റ് 4 പുറത്തിറക്കിയിട്ടുള്ളത്. അൺലോക്കിംഗ് എ $200 ബില്യൺ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് ആദ്യത്തെ റിപ്പോർട്ട് ആണ് നീതി ആയോഗിന്റെ കണക്റ്റഡ് ടു, അതായത് അൺലോക്കിംഗ് എ $200 ബില്യൺ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ. 2030 ഇലക്ട്രിക് വാഹനങ്ങളുടെ ശതമാനത്തിൽ ഇന്ത്യ എന്ത് കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത്? വൈദ്യുതി വാഹനങ്ങളുടെ 30% വിഹിതം. ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള വാഹനങ്ങളുടെ ശതമാനത്തിൽ 2030 ഇന്ത്യയിൽ 30% ഓഫ് വെഹിക്കിൾസ്, 30% ഓഫ് വാഹനങ്ങൾ അത് ഇലക്ട്രിക്കിലായിരിക്കും. അതിനുവേണ്ടിയുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 2030 ഈ ഒരു നേട്ടം കൈവരിക്കാൻ ഇന്ത്യ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2016 മുതൽ 2024 വരെ ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വിൽപ്പന എത്രയായിരുന്നു? 2016 50,000 ആയിരുന്നത് 2024 2.08 ദശലക്ഷം. അതായത് 50,000 ഇലക്ട്രിക് വാഹനങ്ങളാണ് 2016 ഇറക്കിയിട്ടുള്ളത്. എന്നാൽ ഒരു 8 വർഷം ആയപ്പോഴേക്കും 20 ലക്ഷം പ്ലസ് ആണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും അത് 30% ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങൾ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ആയിരിക്കും എന്നാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ശ്രീ BVR സുബ്രഹ്മണ്യം. നീതി എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ശ്രീ BVR സുബ്രഹ്മണ്യം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫോർമർ ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ഷിബു സോറൻ പാസസ് അവേ. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ അന്തരിച്ചു. ഇത് മിക്കവാറും പത്രങ്ങളിലും ഫ്രണ്ട് പേജ് വന്നിട്ടുള്ള വാർത്തയാണ് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറന്റെ അന്ത്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 4 അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുടെ പേര് ഷിബു സോറൻ. ജാർഖണ്ഡിന്റെ 3ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഷിബു സോറൻ. ഷിബു സോറൻ ആണ് ഓഗസ്റ്റ് 4 അന്തരിച്ചത്. കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഒരു മാസമായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു. അറ്റാക്ക് വന്നിട്ടാണ് അദ്ദേഹം മരിച്ചത് ഓഗസ്റ്റ് 4 ഇന്നലെ. ഷിബു സോറന്റെ മകൻ ആണ് ഹേമന്ത് സോറൻ, ഇപ്പോഴത്തെ ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ. ദ കറന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ് ഈസ് ഹേമന്ത് സോറൻ. 2000 ജാർഖണ്ഡ് രൂപീകൃതമായപ്പോൾ ജാർഖണ്ഡിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ബാബുലാൽ മറാണ്ടി. ബാബുലാൽ മറാണ്ടിയാണ് ജാർഖണ്ഡിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ജാർഖണ്ഡ് അത് 28ാമത്തെ സംസ്ഥാനമാണ് ഇന്ത്യയിലെ. 2000 ജാർഖണ്ഡ് രൂപീകൃതമായിട്ടുള്ളത്. 2000 രൂപീകൃതമായിട്ടുള്ള ജാർഖണ്ഡിന്റെ അന്നത്തെ മുഖ്യമന്ത്രി, ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു ബാബുലാൽ മറാണ്ടി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്
അബ്ദുള്ള അബൂബക്കർ വിൻസ് മെൻസ് ട്രിപ്പിൾ ജംപ് ടൈറ്റിൽ. പുരുഷ ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ കിരീടം നേടി. മലയാളിയായിട്ടുള്ള അബ്ദുള്ള അബൂബക്കർ അദ്ദേഹത്തിന്റെ ഈവന്റ് ആണ് ട്രിപ്പിൾ ജംപ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 4 നടന്ന കൊസനോവ് മെമ്മോറിയൽ 2025 അത്ലറ്റിക് മീറ്റിൽ പുരുഷ ട്രിപ്പിൾ ജംപ് കിരീടം നേടിയ കേരളത്തിൽ നിന്നുള്ളയാൾ അബ്ദുള്ള അബൂബക്കർ 16.08 മീറ്റർ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ലറ്റിക്സ് മീറ്റ് ആണ് കൊസനോവ് മെമ്മോറിയൽ 2025. ഇതിലാണ് 16.08 മീറ്റർ ചാടിക്കൊണ്ട് ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ, മലയാളിയായിട്ടുള്ള അബ്ദുള്ള അബൂബക്കർ ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്, അതായത് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 2 നടന്ന കൊസനോവ് മെമ്മോറിയൽ 2025 അത്ലറ്റിക് മീറ്റിൽ പുരുഷ ലോങ് ജംപ് കിരീടം നേടിയ കേരളത്തിൽ നിന്നുള്ളയാൾ മുരളി ശ്രീശങ്കർ 7.94 മീറ്റർ. മുരളി ശ്രീശങ്കറാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓഗസ്റ്റ് 2 കൊസനോവ് മെമ്മോറിയൽ അത്ലറ്റിക് മീറ്റിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. മുരളി ശ്രീശങ്കർ കേരളത്തിന്റെ ലോങ് ജമ്പറാണ്. അതുപോലെ കുറച്ച് നാളായിട്ട് മുരളി ശ്രീശങ്കർ ഇഞ്ചറി മൂലം ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ 3ാമത്തെ പെർഫോമൻസ് ആണ് ഇപ്പോൾ കൊസനോവ് മെമ്മോറിയൽ. അതിലാണ് മുരളി ശ്രീശങ്കർ ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്, അതായത് ഗോൾഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. കൊസനോവ് മെമ്മോറിയൽ 2025 അത്ലറ്റിക്സ് എവിടെയാണ് നടക്കുന്നത്? അൽമാട്ടി, കസഖ്സ്ഥാനിലെ അൽമാട്ടിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊസനോവ് മെമ്മോറിയൽ 2025 അത്ലറ്റിക് മീറ്റ്. ഇതിലാണ് കേരളത്തിലെ അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളതും കേരളത്തിലെ മുരളി ശ്രീശങ്കർ ലോങ് ജമ്പിലും സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളതും. കസഖ്സ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇത് സെൻട്രൽ ഏഷ്യയിലെ ഒരു രാജ്യമാണ്. ഇതിന്റെ ക്യാപിറ്റൽ ആണ് ആസ്ഥാന. ഇവിടുത്തെ ലാംഗ്വേജ് ആണ് കസക്, റഷ്യൻ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.